അതിനി ആരെയൊക്കെ കൊണ്ടുവന്ന് എത്ര തുലാഭാരം നടത്തിയാലും അത് ഒരിക്കലും അത് താഴോട്ട് അല്ല മുകളിലോട്ട് പോവില്ല. പിന്നെ RSSന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നീയൊക്കെ സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കുക. വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കളിക്കാൻ പോയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. വേടൻ ഒരു പിടിപാടില്ല, പണമില്ല എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നീയൊക്കെ വന്നത്. വേടന്റെ പണം വേടൻ ഉണ്ടാക്കിയെടുത്ത പണമാണ്, പിടിപാട് വേടൻ ഉണ്ടാക്കിയെടുത്താണ്. വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ബ്രാൻഡായി തന്നെ കേരളത്തിൽ വളർന്നു കഴിഞ്ഞു. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ എല്ലാവരെയും കൊണ്ട് സാധിക്കും. പക്ഷെ വിളിച്ചു പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ അതിന് തൻ്റെ ഇടമുള്ള അല്ലെ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവന്മാർക്ക് സാധിക്കുകയുള്ളൂ. അത് വേടനെ കൊണ്ട് സാധിക്കും. അങ്ങനെയുള്ളവരോടൊക്കെ മുട്ടാൻ നിൽക്കുമ്പോഴേ കുറച്ചുകൂടെ ആലോചിക്കണം. നീയൊക്കെ കുറച്ചുകൂടെ നോക്കണം. എത്ര പ്രായമായെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വകതിരിവ് വട്ടപൂജ്യം തന്നെയാണ് നിന്റെയൊക്കെ. എന്തൊരു കഷ്ടമാണല്ലോ, ഒരു വ്യക്തി എത്രത്തോളം ഇട്ട് വേട്ടയാടാമോ അത്രയും ഇട്ട് വേട്ടയാടും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ എന്നും വേടനൊപ്പം തന്നെയാണ്, വേടന്റെ നിലപാടുകൾക്കൊപ്പമാണ്. നീയൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയെന്ന് വെച്ചാൽ ആര് പരിഗണിക്കാൻ നിന്നെയൊക്കെ? വെറും പട്ടിക്ക് തരുന്ന വാല്യൂ പോലും നിനക്കൊന്നും ആരും തരാൻ പോകുന്നില്ല. RSS എന്ന് പറയുന്നത് വർഗീയവാദികളാണ്. ഇനി RSS അല്ല ഏത് പാർട്ടി ആയിക്കോട്ടെ, എല്ലാം വർഗീയവാദികൾ തന്നെയാണ്. അല്ലെ ജാതിയെ പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നവരാ നീയൊക്കെ. എന്തായാലും